ഹായ് ഓൾ, ഇന്ന് നമുക്കൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഇത് കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന വനിതാ എക്സിബിഷൻ 2026. അപ്പം നമുക്ക് ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാം. ഇതിൽ എൻട്രൻസ് ചാർജ് പെർ ഹെഡ് വന്നിട്ട് 50 റുപ്പീസാണ്, കുട്ടികൾക്കില്ല കേട്ടോ. അപ്പം കയറി വരുന്ന ഒരു സൈഡ് ഇലക്ട്രോണിക് വാഷിംഗ് മെഷീൻ ഉണ്ട്, ഫ്രിഡ്ജിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് അതിൻ്റെ ഓപ്പോസിറ്റ് മൊബൈൽ, അത് കഴിഞ്ഞ് പിന്നെയും വാഷിംഗ് മെഷീൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്, മൊബൈലിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. ഇത് വന്നിട്ട് കിച്ചൺ സെറ്റ്. ഇത് പുതുതായി വീടെടുക്കുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കാണാമല്ലോ, ഒരു ഐഡിയ കിട്ടും ഇത് കാണുമ്പോൾ. അത് കഴിഞ്ഞ് ഇതാ വാക്യൂം ക്ലീനറിൻ്റെ ഒരു സ്റ്റാളാണ്. ഇത് വന്നിട്ട് ഇതാ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് ഈ കാലത്ത്. അത്രയ്ക്ക് ചൂടാണല്ലോ, അൺസഹിക്കബിൾ ചൂട് എന്ന് പറയാം. അപ്പം ബില്ല് വരുമ്പം തലകറക്കം ഉണ്ടാവുമെങ്കിലും ആവശ്യമാണ്. ഇത് വന്നിട്ട് മിക്സിയുടെ ഏരിയ കേട്ടോ. നല്ല ഫീച്ചേഴ്സ് ഇപ്പം ഉള്ള മിക്സികളാണ്. ഇത് വന്നിട്ട് ഇതാ ജിം എക്യുപ്മെൻസിൻ്റെ ഒരു സ്റ്റാളാണ്. ഞാൻ പോയില്ല, എനിക്ക് താല്പര്യമില്ലാത്ത ഏരിയ. ഇത് വന്നിട്ട് സോഫ സെറ്റ്, നല്ല കളേഴ്സാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു കളേഴ്സ്. ഇത് നല്ല ബാക്ക് പെയിൻ ഉള്ളവർക്കൊക്കെ നല്ല റിലീഫ് തരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇനി എക്സിബിഷന് പോയാൽ ഇത് വാങ്ങിക്കോ, ധൈര്യമായിട്ട് വാങ്ങിച്ചോ കേട്ടോ. നല്ലൊരു റിലീഫ് തരുന്നുണ്ട് അത് ചെയ്യുമ്പോൾ. ബാക്കിൽ അതിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നല്ലൊരു റിലീഫ് കിട്ടുന്നുണ്ട്. ഇത് വന്നിട്ട് സെറാമിക്കിൻ്റെതും ചെറിയൊരു മിക്സി, അങ്ങനെയൊരു ചെറിയൊരു സ്റ്റാളാണ്. പ്ലേറ്റ്സ് ഉണ്ട്. ഇത് വന്നിട്ട് ലെതറിൻ്റെ, കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ലെതർ ബാഗ് ഉണ്ട്, ബെൽറ്റ് ഉണ്ട്. ഈ ഒരു സെക്ഷന് ഞാൻ ഒരുപാട് എക്സിബിഷന് പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു സെക്ഷൻ ഞാൻ ഇതുവരെ ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല, എത്രമാത്രം ലാസ്റ്റ് ചെയ്യുന്നുള്ളത്. ഇത് വന്നിട്ട് ചെപ്പൽസാണ്. ഇതും ഒരു മസാജ് ചെയ്യുന്ന സംഭവമാണെന്ന് അവർ പറഞ്ഞത്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഇത് വന്നിട്ട് ചെറിയൊരു ഫാൻസി ബ്രേസ്ലെറ്റ്സിൻ്റെതും മാല അങ്ങനെ വന്നിട്ട് ഇതൊക്കെ 150 അങ്ങനെ എത്രയോ റേറ്റ് അവർ പറഞ്ഞത്. എനിക്ക് ഈ ഗ്രീൻ കളർ ഇഷ്ടമായി, പക്ഷേ വാങ്ങിയില്ല കേട്ടോ. അതെനിക്ക് എത്ര നിൽക്കുമെന്ന് എനിക്കറിയില്ല. അത് കാണുമ്പോൾ ഒരു ഹെൽത്തി അല്ലാതെ പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല. വെറുതെ എന്തിനാ നഷ്ടം വരുത്തുന്നത്. ഇത് നമ്മളെ കോലാപുരി ചെപ്പൽസ് ജൂട്ടി ഇത്തവണ ഞാൻ വാങ്ങിയില്ല, എൻ്റെ സൈസിന് ഉണ്ടായില്ല. പക്ഷേ ഞാൻ ഉറപ്പ് തരുന്നത്, വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കുക കേട്ടോ. ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് അത്. അപ്പം അത് ധൈര്യമായിട്ട് വാങ്ങിച്ചോ. പിന്നെ കണ്ട സ്റ്റാൾ വന്നിട്ട് ആൻറ്റി ടാർണിഷ്, അതും ഇപ്പം ട്രെൻഡിങ് ആണല്ലോ. അത് കഴിഞ്ഞു. ഇതിപ്പം വന്നിട്ട് വുഡിൻ്റെ സെക്ഷനാണ്. കട്ടിംഗ് ബോർഡ് ഉണ്ട്, ചപ്പാത്തി ആക്കുന്ന സാധനം ഉണ്ട്, നമ്മൾ ഹാങ് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. ഇത് വന്നിട്ട് അലുവ സെക്ഷൻ, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. മധുരം ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാവരും. ഞാൻ ട്രൈ ചെയ്തില്ല, എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് യുണീക്കായിട്ട് തോന്നിയൊരു സംഭവമാണ് ഇത്. നമ്മളെ വടക്കൻ തെയ്യക്കോലം, കഥകളി, ഇതിൻ്റെ ഒക്കെ വലിയ പീസിനേക്കാളും എനിക്കിഷ്ടമായത് ആ ചെറിയ പീസിലിടാ ചോക്കർ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷെ ഞാൻ വാങ്ങിയില്ല. ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണെന്ന് തോന്നുന്നു. എനിക്കിഷ്ടമായി. പിന്നെ ഇതാ കുട്ടികൾക്ക് പറ്റിയ, അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്റ്റാളാണ്. ബുക്കിൻ്റെ നല്ല നല്ല ബുക്സ് ഉണ്ട്, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷനാണ് കേട്ടോ ഇത്. എൻ്റെ മോൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വന്നിട്ട് ഈ ഒരു സ്റ്റാള് ഇൻസ്ട്രുമെൻസിൻ്റെ, തബലയുണ്ട്, ഗിറ്റാറുണ്ട്, ബാക്കിൻ്റെ പേര് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഇവരെ ആ ഒരു ബിഹേവിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അവർക്ക് പാവം തോന്നി എനിക്ക് അവരോട്. വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം മാത്രം. കഴിവില്ലതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. പിന്നെ വന്നിട്ട് ഇതാ ഫ്ലവർ സെക്ഷനാണ്. കൂടുതൽ എനിക്ക് റോസാണ് കാണാൻ പറ്റുന്നത്. ബോഗൻവില്ലൊക്കെ ഉണ്ട് തോന്നുന്നു, പക്ഷേ ഇതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ റോസ് ഫ്ലവർ ആണ് എനിക്ക് കൂടുതൽ കാണുന്നത്. ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്കൊക്കെ വാങ്ങിക്കാം കേട്ടോ. ഈ ഒരു സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതെൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് സെറാമിക് സെക്ഷൻ. കാണാൻ തന്നെ എന്തൊരു സുഖമല്ലേ, ഒരു
സമാധാനം ഇത് കാണുമ്പോൾ. വാങ്ങിയില്ലെങ്കിലും ഇങ്ങനെ കണ്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇത് കണ്ടിങ്ങനെ നടക്കാൻ. ഇവിടെ എനിക്ക് നല്ല കാശുള്ള പോലെ തോന്നി, നന്നായിട്ട് അവർ കാശ് കൂട്ടിയിട്ട് തോന്നുന്നു പറയുന്നതെല്ലാം. അവർക്ക് ആൾക്കാർ വന്ന് വാങ്ങിക്കണം എന്നുള്ള ചിന്തയില്ല. ചുമ്മാ അവിടെ നിന്ന് ഒരാൾ ഒരു പ്രൈസ് പറയുന്നത്, ഒരാൾ ഒരു പ്രൈസ് പറയുന്നത്. അവർക്കങ്ങനെ കച്ചവടം നടക്കണം എന്നുള്ള ആഗ്രഹം ഇല്ല തോന്നുന്നു. കാണാൻ നല്ല ഭംഗിയാട്ടോ, ഇങ്ങനെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് നടക്കാൻ നല്ല രസമാണ്. എനിക്ക് ടീപോട്ട് ആ സെക്ഷൻ ആ ഒരു സെറ്റൊക്കെ നല്ല ഇഷ്ടമായി. പക്ഷേ ഇതൊക്കെ ആമസോണിൽ കിട്ടും. ഇവിടെ കുറച്ചും കൂടി പ്രൈസിയാണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ നല്ല വിലക്കുറവിൽ വാങ്ങിക്കാം കേട്ടോ. പ്ലേറ്റ്സൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ അവർക്ക് ഭയങ്കര അഹങ്കാരം ഗൈസ്, കൊണ്ട് വാങ്ങിക്കാൻ തോന്നിയില്ല. എനിക്ക് ഈ വനിതാ എക്സിബിഷനേക്കാളും എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം കോട്ടൺ ഫാബ് ആട്ടോ. കോട്ടൺ ഫാബിലാണെങ്കിൽ ഇത്തവണ ഇവിടെ ഈ വനിതയിൽ ചിക്കൻകാരി കളക്ഷൻസ് ഒന്നും ഭയങ്കര കുറവാണ്. അതുകൊണ്ട് എനിക്ക് ഇതിനേക്കാളും ഇഷ്ടം കോട്ടൺ ഫാബ് ആട്ടോ. എല്ലാം സാരീസ് ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും ഒക്കെ കോട്ടൺ ഫാബിൽ എനിക്ക് നന്നായിട്ട് തോന്നി. ഇത് വന്നിട്ട് മായാവിയുടെ കേവാണ്. ഇതിൽ നടക്കാൻ നല്ല രസമാണ്. അവരെ ക്യാരക്ടേഴ്സ് ഓരോ സൈഡിലും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കുട്ടികളെ ബ്ലർ ചെയ്യുന്നതാണ്. എനിക്ക് കുട്ടികളെ സോഷ്യൽ മീഡിയയിലോട്ട് കാണിക്കാൻ വലിയ താല്പര്യമില്ല. കുഞ്ഞുങ്ങളെ ഞാൻ കാണിക്കില്ല. എൻ്റെ മക്കളെ ആണെങ്കിലും വേറെ കുട്ടികളെയാണെങ്കിലും ഞാൻ കാണിക്കില്ല. എവിടെയെങ്ങാനും വന്ന് പോയാൽ ഉള്ള പ്രശ്നമേ ഉള്ളൂ. അതാണ് ഞാൻ കണ്ടാൽ ബ്ലറാക്കും. പിന്നെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ, സ്പോട്ടുണ്ട്. പിന്നെ ഈ മായാവി, ഈ കാലഘട്ടത്തിലെ പിള്ളേർക്ക് എനിക്ക് തോന്നുന്നില്ല ഈ ക്യാരക്ടേഴ്സൊക്കെ അറിയുന്നുള്ളത്. എൻ്റെ മക്കൾക്ക് അറിയില്ല, അതാണ് ഞാൻ പറയുന്നത്. അവർക്കിത് അറിയില്ല ക്യാരക്ടേഴ്സ് എന്താണെന്നുള്ളത്. അവർക്ക് ആ ആനിമൽസിനെ മാത്രമേ അറിയൂ. പിന്നെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ എൻഡ് വന്നിട്ട് ഫുഡ് സ്പോട്ടാണ്. അവിടെ ഞാൻ അങ്ങോട്ട് പോയില്ല. പായസത്തിൻ്റെ ഏരിയ മാത്രമേ ഞാൻ കവർ ചെയ്തുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ ഇത്തവണത്തെ വനിതാ ഉത്സവ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനിയും വീഡിയോസ് എടുക്കുമ്പോൾ ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.